ബിസിനസ് പങ്കാളികൾ ചതിച്ചുവെന്നും കർണാടക പോലീസിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നില്ലെന്നും വിശദമാക്കി മലയാളി വ്യവസായിയുടെ വീഡിയോ സന്ദേശം. വയനാട് സ്വദേശിയായ വ്യവസായി ക്ലിപ്പിയും ഭാര്യയുമാണ് വീഡിയോയിലുള്ളത്. സ്വത്തുക്കളെല്ലാം പാർട്ട്ണർഷിപ്പ് ഉള്ള ആളുകൾ വ്യാജരേഖയുണ്ടാക്കി കൈക്കലാക്കിയെന്നും ഇദ്ദേഹം ആരോപിക്കുന്നു. ഇതറിഞ്ഞ് അദ്ദേഹം ക്രഷറിന് മുന്നിൽ സമരം ചെയ്യാൻ എത്തിയതാണെന്നും കർണാടകയിൽ നിന്നുള്ള വീഡിയോയിൽ പറയുന്നു. ഹലോ, പ്ലീസ് ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങള് ഇവിടെ കർണാടകയിൽ ഞാനൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10 വർഷമായി ഞാനിവിടെ ഒരു 12 കോടി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താണ്. ഇവരെന്നെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് 8 വർഷത്തോളം എന്നെ കോടതി കയറ്റിയിട്ട് എന്നെ ജയിലിലാക്കാൻ വേണ്ടിയിട്ട് നോക്കി. എന്റെ സ്വത്തുക്കളെല്ലാം ഞാൻ അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്ത് എന്റെ പേരിലുള്ള ഭൂമിയെല്ലാം ഇവരുടെ പേരിൽ അവിടെ നിന്ന് എന്നെ സഹായിക്കാമെന്ന് വന്ന ഒരു അഷർപ്പ് എന്ന് പറഞ്ഞ ആളും സോമശേഖരനും കൂടി അവരുടെ പേരിലേക്ക് ഇത് മാറ്റി. ഇപ്പൊ അവര് സ്വന്തം പേരിൽ പുതിയ ലൈസൻസ് ഒക്കെ എടുത്ത് എല്ലാം ഇല്ലീഗലാണ്. ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ഇവിടെ ക്രഷർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അത് കണ്ടിട്ട് എന്റെ ചങ്ക് പൊട്ടിയിട്ട് ഞാനും എന്റെ ഭാര്യയും കൂടി ഇവിടേക്ക് വന്നതാണ് സമരം ചെയ്യാൻ. ഇതിന്റെ മുന്നിൽ ക്രഷറിന്റെ മുന്നിലുള്ളത്. ഇപ്പൊ ഞങ്ങളുടെ വണ്ടിയിൽ ഇത് കേരവാനാണ്. കേരവാനിൽ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. AC എല്ലാം ഓഫാണ്. ജനറേറ്ററിൽ പെട്രോൾ ഇല്ല. പോലീസ് പറഞ്ഞിരിക്കുന്ന അവർക്ക് പെട്രോളും കൊടുക്കരുത്, ഞങ്ങൾക്ക് ഭക്ഷണമില്ല, ഒന്നുമില്ല. ഭക്ഷണം കൊടുക്കരുത്, അവർക്ക് പെട്രോളും കൊടുക്കരുതെന്ന് പറഞ്ഞ് എല്ലാം തടഞ്ഞിരിക്കുകയാണ് വേഗൂർ പോലീസ്. ഞങ്ങൾക്ക് ചുറ്റും നിൽക്കുകയാണ്. ഞങ്ങളിവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ട് ജയിലിൽ അടയ്ക്കാനുള്ള പരിപാടിയാണ്. ഞാനിത് രാഹുൽ ഗാന്ധിന്റെ അടുത്ത് ഈ വിഷയം സംസാരിച്ചതാണ്. രാഹുൽ ഗാന്ധി KC വേണുഗോപാലിനെ വിളിച്ചു പറഞ്ഞിട്ട് ഇവിടെ ഞാനും ബത്തേരി MLA IC ബാലകൃഷ്ണനും കൂടെ കൂടിയിട്ട് ഇവിടുത്തെ മിനിസ്റ്ററെ പോയി കണ്ടതാണ്. അതൊക്കെ കണ്ടിട്ടൊന്നും ഒരു ഇതുമില്ല. മുഴുവനും ഒരു ഇല്ലീഗൽ പേപ്പറാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങൾക്ക് ഫുഡില്ല, ഞങ്ങൾക്ക് AC ഇല്ല, ഞങ്ങൾക്ക് ഓക്സിജൻ നന്നായിട്ട് കിട്ടുന്നില്ല. ഇത് മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ്. ഇതില് ഓക്സിജനും കിട്ടില്ല, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. എത്രയും പെട്ടെന്ന് ഞങ്ങളെ സഹായിക്കണം. വിവരങ്ങളുമായി ജയരാജ് ചേരുന്നു. ജയരാജ്, എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം? ഈ വീഡിയോ എപ്പോഴാണ് മാധ്യമങ്ങൾക്കൊക്കെ കിട്ടിയത്? അതിനുശേഷം എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? ശ്രീജ, വയനാട്ടിലെ അറിയപ്പെടുന്ന ഒരു വ്യവസായിയാണ് ക്ലിപ്പി എന്ന് പറയുന്നത്. ക്ലിപ്പി മൈസാൻഡ് എന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമ കൂടിയാണ് ഇദ്ദേഹം. അതായത് കല്ലിൽ നിന്നും മണൽ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റിന്റെ അല്ലെങ്കിൽ മൈസാൻഡ് എന്ന് പറയുന്ന യൂണിറ്റിന്റെ ഒരു ഉടമസ്ഥനും കൂടിയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെതായ 3-4 ക്രഷർ യൂണിറ്റുകൾ ഈ വയനാട് ജില്ലയിലും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന ഒരു മെസ്സേജ് വന്നിട്ട് ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിലൊരു മെസ്സേജ് വന്നത്. ആ സന്ദേശത്തിൽ പറയുന്നത് അദ്ദേഹം കാരവാനിലാണ് ഉള്ളതെന്നും അതേപോലെ തന്നെ കാരവാൻ പ്രവർത്തിക്കാനുള്ള ഇന്ധനമൊന്നും ഇല്ലാതെ കുടുങ്ങിക്കിടക്കുകയൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് കിട്ടിയ അന്വേഷണത്തിൽ നിന്നും ഈ ഒരു ക്ലിപ്പി മൈസാൻഡ് എന്ന സ്ഥാപനം ചില കോറി പ്രശ്നങ്ങൾ കൊണ്ട് വയനാട്ടിൽ ഇത് പ്രവർത്തിക്കാൻ പറ്റാതെ വന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹം കർണാടകയിലേക്ക് ഇദ്ദേഹത്തിന്റെ ബിസിനസ് ചുവട് മാറ്റിയിരുന്നു. അവിടെ 2-3 ആളുകളുമായുള്ള ഒരു പാർട്ട്ണർഷിപ്പിലായിരുന്നു ഈ ബിസിനസ് മുന്നോട്ട് പോയതെന്ന് പറയുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഇത് നിർത്തിവെക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 6 വർഷം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇദ്ദേഹം ഗൾഫിലിരുന്നു കൊണ്ട് ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ട് ഒരു വീഡിയോ ആ സമയത്ത് വന്നിരുന്നു. അതിനുശേഷം ഇത് കേസിൽ കടക്കുകയാണ് എന്നാണ് ഇപ്പൊ നമുക്കറിയാൻ കഴിയുന്നത്. എന്നാൽ ആ കേസിൽ നടക്കുന്നതിനിടെയാണ് ഈ പാർട്ട്ണർമാർ അവിടെ കഴിഞ്ഞ ദിവസം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കളിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. അത് അറിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹവും ഭാര്യയും അവിടെ എത്തുകയും അവിടെ ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും അതുപോലെ തന്നെ അവിടെ സമരം തുടരുകയും ചെയ്തത്. എന്നാൽ ഈ ഒരു കാരണം വെച്ചാണ് ഇപ്പോൾ ഇദ്ദേഹമാണ് കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തെ ബേഗൂർ പോലീസ് തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ സന്ദേശം വന്നിട്ടുള്ളത്. ഏതാണ്ട് 14 കോടിയോളം രൂപ ഇദ്ദേഹം ആ ബിസിനസിന് വേണ്ടി അവിടെ ചെലവാക്കിയെന്നും എന്നാൽ ഈ പാർട്ട്ണർമാർ ഏതാണ്ട് 14 ലക്ഷം രൂപയോളമാണ് ചെലവാക്കിയതെന്നുമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ സ്വത്തുക്കളെല്ലാം ഇവർ വ്യാജരേഖയുണ്ടാക്കി കൈക്കലാക്കിയെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പൊ നമുക്കറിയാൻ കഴിയുന്ന അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാൻ കഴിയുന്ന അദ്ദേഹം ആ കാരവാൻ തന്നെ ഇരിക്കുകയാണ്. എന്നാൽ അവിടുത്തെ ബാഗൂർ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തുന്നുണ്ടെന്ന് പറയുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഭക്ഷണമോ അല്ലെങ്കിൽ ഇന്ധനമോ ഒന്നും കൊടുക്കരുത് എന്ന് പോലീസ് വിലക്കുന്നതുമായിട്ടൊക്കെയാണ് അദ്ദേഹം വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ക്ലിപ്പി എന്ന വ്യക്തി ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതും അദ്ദേഹത്തിന് പാർട്ട്ണർഷിപ്പ് ഉണ്ട് എന്നുള്ളതും അറിയാവുന്നതാണ്. പക്ഷെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് അറിയാനിരിക്കേണ്ടിയിരിക്കുന്നു. ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം, ഒരു എന്ത് സംഭവത്തിന്റെ പുറത്തായാലും ഭക്ഷണം നിഷേധിക്കുക അല്ലെങ്കിൽ ഇന്ധനം നിഷേധിക്കുക എന്നൊന്നും പറയുന്നത് അനുവദിക്കാനാവുന്ന ഒന്നല്ലല്ലോ. അപ്പോൾ പോലീസുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നു. അവർ അതിൽ എന്തെങ്കിലും വിശദീകരണം പറയുന്നുണ്ടോ?
തീർച്ചയായും ഇത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് കർണാടക സ്റ്റേറ്റിലുള്ള ബാഗൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷെ അവിടെ പോലീസുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷനിൽ ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ അല്പസമയം മുമ്പ് വിളിച്ചിരുന്നു. പക്ഷെ അവർക്ക് ഇത്തരത്തിലുള്ള യാതൊരു വിവരങ്ങളും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും തീർച്ചയായും നമ്മൾ അതിന് എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങളെന്ന് നമ്മൾ അന്വേഷിക്കും. ശരി, ജയരാജാണ് വിവരങ്ങൾ നൽകിയത്. ക്ലിപ്പി എന്നത് വയനാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യവസായിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ, പാർട്ട്ണർമാരായിരുന്നവർ ചതിച്ചു, അവരുടെ ചതിക്കെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി ഈ ക്രഷറിന് മുന്നിലെത്തിയ സമയത്ത് പോലീസ് അവരെ വളഞ്ഞിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണമോ മറ്റടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നും അനുവദിക്കുന്നില്ല, അറസ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ സന്ദേശം അയച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫോളോ അപ്പ് എന്താണെന്ന് നമുക്ക് വരും ബുള്ളറ്റിനുകളിൽ അറിയാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.